ഹലോ ഗൈസ്, നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജാവ ഒബ്ജക്ട്സ് ആൻഡ് ജാവ ക്ലാസ്സസിനെ പറ്റിയാണ്. ജാവ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് എഴുതിയാലും അത് ജാവ ക്ലാസ് അല്ലെങ്കിൽ ജാവ ഒബ്ജക്റ്റ് ഉപയോഗിച്ചായിരിക്കും. ജാവ ക്ലാസ് എന്ന് പറയുന്നത് ജാവ ഒബ്ജക്റ്റിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ്. നമുക്ക് ജാവ ക്ലാസ് എന്ന് പറയുന്നത് അതിന് നമുക്ക് ഡാറ്റ ടൈപ്സും സ്റ്റോർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഫംഗ്ഷൻസും സ്റ്റോർ ചെയ്യാൻ പറ്റും. ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ആയിക്കോട്ടെ, നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ആയിക്കോട്ടെ, എന്ത് നമുക്കതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡാറ്റ ടൈപ്സിൽ ചെയ്യണ ഓപ്പറേഷൻസിനാണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് ഒന്ന് ക്ലാസ് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഒരു പബ്ലിക് ക്ലാസ് കാർ എന്ന് കൊടുത്തു. ഇതിലെന്താ സംഭവിക്കുക എന്ന് പറയുന്നത്, നമ്മൾക്കിപ്പോൾ ഒരു കാർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. ഈ കാർ എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്രിൻ്റാണ്. ആക്ച്വലി കാറിൽ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ടൈപ്സ്, അതായത് ആട്രിബ്യൂട്ട്സ്, നമുക്കിപ്പോൾ കാറിനൊരു കളർ ഉണ്ടാകും, അത് നമ്മൾ സ്ട്രിങ് കളർ എന്ന് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ കാറിന് നമ്പർ ഓഫ് വീൽസ് ഉണ്ടാകും, അതൊരു ഇൻഡ് എന്ന് പറഞ്ഞൊരു ഇതിൽ കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് കാറിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോസ് ഉണ്ടാവും, അത് നമ്മൾ ഇൻഡ് നമ്പർ ഓഫ് ഡോസ് എന്ന് പറഞ്ഞ് കൊടുത്തു. അതുപോലെ തന്നെ കാറിന് നമുക്ക് അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സ്, അതായത് കാറിനുണ്ടാകുന്ന ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഡാറ്റ ടൈപ്സ് ആട്രിബ്യൂട്ട്സ് ആയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കാർ ചെയ്യണ ഫങ്ഷൻസ്, അതായത് ഇപ്പോൾ കാർ ക്യാൻ മൂവ്, കാറിൻ്റെ സ്പീഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മെത്തേഡ്സ് ആയിട്ട് കൊടുക്കുന്നു. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പബ്ലിക് വോയിഡ് ഗെറ്റ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരു ഫങ്ഷനാണ്, അതായത് സ്പീഡ് കണ്ടുപിടിക്കാൻ. അതായത് നമ്മളിവിടെ സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് സ്പീഡ് ഈസ് ഈക്വൽ ടു നമ്മൾ വെറുതെ ഇൻറ്റ് സ്പീഡ് ഈക്വൽ ടു 20 എന്ന് കൊടുക്കുന്നു. ഇതിപ്പോൾ ഒരു ഫംഗ്ഷനാണ്, അതായത് ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്, ഇതെന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പബ്ലിക് വോയിഡ് ഇൻക്രിമെൻറ്റ് സ്പീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അതായത് നമുക്ക് ഇവിടെ നമ്മൾ സ്പീഡ്, അതിനു മുമ്പ് പിന്നെ നമ്മൾ ഈ സ്പീഡ് എന്ന് പറഞ്ഞ വേരിയബിൾ ഇവിടെ കൊണ്ടുവരാം, മറ്റേതാണെങ്കിൽ അത് നമുക്കവിടെ കിട്ടത്തില്ല. സ്പീഡ് ഈക്വൽ ടു സ്പീഡ് പ്ലസ് 10 എന്ന് കൊടുക്കാം. അതായത് നമുക്കിവിടെ കാണാം ഈ കാർ എന്ന് പറഞ്ഞൊരു ക്ലാസ്സാണ്, അതിന് നമുക്ക് ഇത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. അതുപോലെ തന്നെ ഇത്രയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻസ് ആണ്. അതായത് നമുക്ക് നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിളിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാറിൽ നമ്മൾക്ക് വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് കളർ കാണാൻ പറ്റും, നമ്പർ ഓഫ് വീൽസ് കാണാൻ പറ്റും, നമ്പർ ഓഫ് ഡോസ് കാണാൻ പറ്റും, സ്പീഡ് നമുക്ക് കാണാൻ പറ്റും. അതായത് നമുക്ക് ഇതെല്ലാം ചെയ്യുന്നത് ആട്രിബ്യൂട്ട്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ കാറിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് കാർ ക്യാൻ മൂവ്, കാർ ക്യാൻ ആക്സിലറേറ്റ്, അതുപോലെ തന്നെ സ്പീഡ് ഇൻക്രിമെൻറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഫങ്ഷൻസ് ആണ്. അത് ഇത്രയുള്ള ക്ലാസ് എന്ന് പറയുന്നത്. ഈ ക്ലാസ്സിൻ്റെ ഇതെന്ന് വെച്ചാൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു പ്രോട്ടോടൈപ്പാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാർ എന്ന് പറഞ്ഞാൽ എല്ലാ കാറിനും ഇതെല്ലാം കിട്ടും, ഇതെല്ലാം ബാധകമാണ്. അതാണ് ഇത് പ്രോട്ടോടൈപ്പ് എന്ന് പറയാൻ കാര്യം. അതായത് ക്ലാസ് എന്ന് പറഞ്ഞൊരു പ്രോട്ടോടൈപ്പാണ്. ഒബ്ജക്റ്റ്, അതായത് ക്ലാസ് ഒബ്ജക്റ്റിൻ്റെ പ്രോട്ടോടൈപ്പാണിത്. അതേസമയം നമ്മളിത് ഇവിടെ വേറെ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് ക്ലാസ് ഓൾ കാസ് എന്ന് കൊടുത്ത് അതിൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത പ്രോട്ടോടൈപ്പ്, അതായത് ഈ ക്ലാസ്, അതായത് കാർ എന്ന് പറഞ്ഞ ക്ലാസ്, അത് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇത് കാർ എന്ന് പറഞ്ഞ ക്ലാസ്സാണിത്. ഇതിന് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒബ്ജക്റ്റിൻ്റെ പേര് കാർസ് എന്ന് തന്നെ കൊടുക്കാം. ഈസ് ഈക്വൽ ടു ന്യൂ കാർസ്. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റാണ്. അതായത് ഈ കാർ എന്ന് പറയുന്നത് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ക്ലാസ്, അത് നമ്മൾ സാധാരണ ഇൻഡ് ക്യാർ എന്നൊക്കെ പറയുമ്പോൾ അതിന് നമ്മൾ നെയിം ചെയ്യത്തില്ലേ,
അതുപോലെ തന്നെയാണ് ഈ കാർസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഈ കാർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണിത്. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് പാരാന്തീസ് ഇത് കൊടുത്തേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ കൺസ്ട്രക്ടറാണ്. അതായത് ഈ കാർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ കൺസ്ട്രക്ടറാണ് ഇതെന്ന് പറയുന്നത്. ഇതിപ്പോൾ ജാവയിൽ നമുക്ക് ഡീഫോൾട്ടായിട്ടൊരു കൺസ്ട്രക്ടർ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പാരാമീറ്റേഴ്സും കൊടുത്തില്ലെങ്കിൽ അത് ഡീഫോൾട്ട് കൺസ്ട്രക്ടറായിരിക്കും ക്രിയേറ്റ് ചെയ്യണത്. അതായത് ഈ നമ്പർ ഓഫ് വീൽസ് എന്ന് പറയുന്നത് എല്ലാം 0 ആയിരിക്കും, നമ്പർ ഓഫ് ഡോസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, സ്പീഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ഈ വാല്യൂസ് എല്ലാം അസൈൻ ചെയ്യും. കൺസ്ട്രക്ടർ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ടൈപ്സ് എല്ലാം അസൈൻ ചെയ്യുമ്പോഴാണ് കൺസ്ട്രക്ടർ യൂസ് ചെയ്യണത്. ഇതിപ്പോൾ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ആയതുകൊണ്ട് ഇതെല്ലാം 0 ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇതിന് വാല്യൂസ് പാസ് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കളർ നമുക്ക് പാസ് ചെയ്യണം, അതുപോലെ നമ്പർ ഓഫ് ഫീൽഡ്സ് പാസ് ചെയ്യണം. അതാണെങ്കിൽ നമുക്ക് പാരാമീറ്റേഴ്സ് ആയിട്ട് നമുക്ക് ഇതിൽ പാസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിക്കാം. ഞാനിപ്പോൾ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യണം, കാർ എന്ന് പറഞ്ഞാൽ. കൺസ്ട്രക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിൻ്റെ അതേ നെയിം ആയിരിക്കും, പക്ഷേ അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പബ്ലിക് ആയിരിക്കും. അതിൻ്റെ ആക്സസ് മോഡിഫയർ പബ്ലിക് ആയിരിക്കും. പബ്ലിക് കാർ എന്ന് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇൻഡ് നമ്പർ ഓഫ് ഡോസ് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ഡോസ് കൊടുത്ത് നമ്പർ ഓഫ് ഡോസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡോസ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന സമയം എന്ന് വെച്ചാൽ ഇവിടെ ഈ കാർ കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻറ്റിജർ വാല്യൂ പാസ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ ഒരു 5 പാസ് ചെയ്ത് അപ്പം എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർ കോൾ ചെയ്യുന്ന കാറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കൺസ്ട്രക്ടർ ഇനീഷ്യലൈസ് ചെയ്യും. അതായത് നമ്പർ ഓഫ് ഫീൽഡ്സിൻ്റെ വാല്യൂ 5 ആയിരിക്കും. അതേസമയം ബാക്കിയുള്ള നമ്മൾ ഇതിൽ ഇനിഷ്യലൈസ് ചെയ്ത വാല്യൂസ് എല്ലാം ഡീഫോൾട്ട് ആയിരിക്കും. ഡീഫോൾട്ടായിട്ട് അത് 0 അങ്ങനെ സെറ്റ് ആവും. ഇത്രയുള്ള ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് എന്തെങ്കിലും ഈ കാണുന്ന നമ്മൾ ഡാറ്റ ടൈപ്സ് ക്രിയേറ്റ് ചെയ്തേക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻസ് ചെയ്യാനാണ് ഫങ്ഷൻസ് യൂസ് ചെയ്യണത്. ആ ക്ലാസ്സിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻസ് ചെയ്യണം, എന്തെങ്കിലും സെറ്റ് ഓഫ് കമാൻഡ്സ് ചെയ്യണം. അതിനാണ് നമ്മൾ ഫങ്ഷൻസ് യൂസ് ചെയ്യണത്. ഇത്രയുള്ള ജാവ ക്ലാസ്സസ് ആൻഡ് ഫങ്ഷൻസും ഒബ്ജക്ട്സ് എന്താണെന്നുള്ളത് ഇത്രയുള്ള ഈ വീഡിയോയിൽ.